വിവാഹം കഴിച്ചിട്ടാവാം വിവാഹം കഴിക്കാതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്യാൻ, അതേപോലെ തന്നെ അടുക്കള കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു പെൺകുട്ടി വേണം കേട്ടോ. പക്ഷെ ആ പെൺകുട്ടി പ്രസവിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അയ്യോ പെൺകുട്ടിയാണോ എന്നാണ് ചോദ്യം. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം കേട്ടോ. ലൈഫിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് സംസാരിക്കണം എന്ന് തോന്നിയ വൺ ഓഫ് ദ മോസ്റ്റ്, അത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു ടോപ്പിക്കാണ് പെൺമക്കൾ എന്ന് പറയുന്നത്. പെൺമക്കൾ ഞാൻ പല വീഡിയോസും കാണാറുണ്ട് കേട്ടോ. അച്ഛന്മാർക്ക് അത്രയും ചെല്ലുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു അച്ഛനെ ഒരണ്ണ് ഒരു പെൺകുട്ടി കിട്ടുകയാണെങ്കിൽ പിന്നെ ലൈഫിൽ ഒന്നും വേണ്ട, ആ എല്ലാം ഫുൾഫില്ലായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാണാം. എത്ര വീഡിയോസ് നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാലും നമ്മുടെ സമൂഹത്തിന്റെ ചിന്തയുണ്ടല്ലോ, പെൺകുട്ടികളാണ് ഇറ്റ്സ് ഓക്കെ, ഒരാണും ഒരു പെണ്ണാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ 2-3 പെണ്ണിന്റെ ഇടയിൽ ഒരു ആണ് വന്നാലും കുഴപ്പമില്ല, അവനൊരു ആൺകുട്ടി ഉണ്ട് എന്ന് പറയും എല്ലാവരും. പക്ഷെ ഒരു 3 പെണ്ണ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 2 പെൺകുട്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 5 പെൺകുട്ടികൾ മാത്രമാണ്, പെൺകുട്ടികൾ മാത്രമാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അയ്യോ 2 പെണ്ണാ, അയ്യോ 3 പെണ്ണാ എന്നുള്ളത്. പക്ഷേ ആൺകുട്ടികളാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആഹാ നിനക്ക് 2 ആൺകുട്ടികളല്ലേ, ആഹാ നിനക്ക് 3 ആൺകുട്ടികളാണല്ലേ, ഇതാണ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇതാണ് അവർ പറയുന്ന ഒരു ഡയലോഗ് എന്നുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്താ ഇങ്ങനെയെന്നുള്ളത്. എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടമേ അല്ല. 2 പെൺകുട്ടികളെ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും 2 പെൺകുട്ടികളാന്ന് വിചാരിച്ച് അയ്യോ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ് കിട്ടിയ അയ്യോ എന്ന് അവർ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവർ എന്ത് സമൂഹം ചിന്തിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നും കാണുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഒരു കാര്യമാണ്. എൻ്റെ അച്ഛൻ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അച്ഛൻ സംസാരിക്കില്ല, അല്ലെങ്കിൽ ആരുടെ അടുത്തും ഒന്നും ടോപ്പിക്കായിട്ട് പോകാറില്ലായിരുന്നു ആദ്യം കേട്ടോ. ഇപ്പോഴും എൻ്റെ അച്ഛൻ സംസാരിക്കാറുണ്ട് കേട്ടോ. ആദ്യം ഒന്നും സംസാരിക്കില്ല. അപ്പം അച്ഛനോട് ഞാൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ചേച്ചിയും ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടായിരുന്നു, എനിക്ക് 2 പെൺകുട്ടികളാണ് മോളെ, ഞാനൊന്ന് ഒരു ഭാഗത്ത് കൂടെ പോയിക്കോട്ടെ എന്നുള്ളത്. അന്നേരം ഞാനിങ്ങനെ സ്റ്റെക്കാവും, ഈ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞത് 2 പെൺകുട്ടികളാണെങ്കിൽ എന്താ. അച്ഛൻ ഭയന്നിട്ടുണ്ടായിരുന്നു സമൂഹത്തെ, അല്ലെങ്കിൽ അമ്മയിൽ ഞാൻ അത്ര പ്രോബ്ലംസ് കണ്ടിട്ടില്ലെങ്കിലും എന്നാൽ പോലും അച്ഛനായാലും അമ്മയാണെങ്കിലും ഈ ലോകത്ത് 2 പെൺകുട്ടികളാണെങ്കിൽ അവർ ഈ ലോകത്തെ ഭയക്കുന്നുണ്ട്. അതെന്താണ് ആ ഒരു കാരണം എന്താണെന്ന് അറിയില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റ് പ്രഗ്നൻസി ഗേളിനെ കിട്ടിയപ്പം ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഒരുക്കി നടത്താം, സൂപ്പറല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ടോപ്പിക്കുകളും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും പെൺകുട്ടിയാണ്, ആദ്യം ഒരു ആണ് ഉണ്ടാവണമായിരുന്നു എന്നുള്ള വർത്താനം ഞാൻ കേട്ടിട്ടുണ്ട്. 2ാമത് പ്രഗ്നന്റ് ആയപ്പോൾ മസ്റ്റായിട്ടും ആൺകുട്ടി ആയിരിക്കണം എന്നുള്ള ഒരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണ് തന്നെ ആവണേ എന്നുള്ളത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 2 പെൺകുട്ടികളായിട്ട് വളർന്നതുകൊണ്ട് ആ ഒരു ബോണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് പെൺകുട്ടി ആവണം തന്നെയാണ് ഇഷ്ടമെന്നത്. അതിന്റെ ആൺകുട്ടീനെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. ആൺകുട്ടി ആയിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 2 കുഞ്ഞുങ്ങളാകുമ്പോൾ 2 ക്യാരക്ടർ ആയിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമൂഹം പറയുന്ന പോലെ പെണ്ണാകരുത്, പെണ്ണ് വേണ്ട എന്നുള്ളൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല. ഒരു ദുഃഖം കൂടുതൽ ഉണ്ടായിരുന്നു എനിക്കൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എന്നുള്ളത്. ഈ സമൂഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആൺകുട്ടികൾ അച്ഛനമ്മമാരെ നോക്കാൻ കൂടെ ഉണ്ടാവും, അവർ നമ്മുടെ കുടുംബം നോക്കും, അവർ കുടുംബം നോക്കാൻ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിപ്പിക്കുക, വീട്ടിലേക്ക് ആളെ കൊണ്ടുവരും, ഇറ്റ്സ് ഓക്കെ. പക്ഷെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വലിയ പാടാണ്, ഒരുപാട് ഗോൾഡൊക്കെ കൊടുക്കണം, വലിയ പണിയാണെന്നുള്ളത്. ഇത് എൻ്റെ ആ ഒരു ജനറേഷനിലേക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും ഗോൾഡിന്റെ വില കയറുമ്പോൾ ഇത് തന്നെയാണ് ആൾക്കാർ പറയുന്നത്, അയ്യോ പെൺകുട്ടികൾ ഗോൾഡിന്റെ വിലയല്ലേ കയറാനുള്ള, എന്താ എനിക്ക് പൊണ്ണു കൊടുത്താലേ ആൺകുട്ടികൾ കിട്ടുള്ളൂ. ഇന്നത്തെ ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര നാട്ടിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഫാമിലിയിലാണെങ്കിൽ കാണുന്നുണ്ട്, ആരും അങ്ങനെ ഗോൾഡ് ഒന്നും ചോദിക്കുന്നില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ്, എല്ലാവരും വർക്ക്ഡ് ആണ്, അല്ലെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികളുടെ ആ ഒരു മൂല്യം ഉണ്ടല്ലോ, അതാണ് എല്ലാവരും വില കൊടുക്കുന്നത്. ഇപ്പോഴും ഉണ്ടാവും നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ നമ്മൾ വേണ്ട കല്യാണം കഴിക്കണം എവിടെയും ഒരു നിർബന്ധം എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, വേണ്ട അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ കെട്ടണമെന്നുണ്ട്. ഈ ലോകത്ത് ഒരുപാട് ആൺകുട്ടികളില്ലേ, നമുക്ക് അവരെ കെട്ടിയാൽ പോരെ. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം എൻ്റെ ലൈഫിലൊക്കെ എൻ്റെ അച്ഛനും അമ്മയും സമൂഹത്തെ ഭയന്നിട്ട് കണ്ട സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 2 പെൺകുട്ടികളാണ്, യു ആർ വെരി ലക്കിയസ്റ്റ് പേഴ്സൺ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തുണ്ട് കുഴപ്പമില്ല, എൻ്റെ അച്ഛനും അമ്മയും ഡെയിലി വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഡെയിലി സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് ഡെയിലി ഓടുന്ന ഈ 2 പെൺകുട്ടികളാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഭയങ്കര പ്രൗഡാണ്, 2 പെൺകുട്ടികൾ അച്ഛൻ്റെ അമ്മേൻ്റെ എല്ലാ കാര്യം നോക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നല്ല മരുമക്കളെ കിട്ടിയതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഇതും നമ്മുടെ നാടുകളിലും അതേപോലെ റിലേറ്റീവ്സിന്റെ ഇടയിലും പറയുന്ന ഒരു കാര്യമായിട്ടോ. നല്ല ആൺകുട്ടികളല്ലെങ്കിൽ, നല്ല മരുമക്കളല്ലെങ്കിൽ ആ പെൺകുട്ടികൾ നോക്കില്ലേ. ചില ലൈഫിൽ അങ്ങനെ ആയിരിക്കാം. കാരണം ഹസ്ബൻഡ് പറയണത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കേൾക്കാൻ പാടുള്ളൂ. എനിക്കിത് കേൾക്കുന്ന പെൺകുട്ടികളോട് പറയാം, അങ്ങനെയാണെങ്കിൽ
എന്തിനാ അങ്ങനെ ഒരു ലൈഫ്? സ്വന്തം പാരന്റ്സിന് നോക്കാൻ പറ്റാൻ അല്ലെങ്കിൽ പാരന്റ്സിന് നോക്കണ്ട എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ലൈഫിന്റെ ആവശ്യമില്ല. ഇപ്പൊ വളർന്നു വരുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും പറയാനുള്ളത്, നമ്മൾ ബോൾഡായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് ആവശ്യത്തിന് എഡ്യൂക്കേഷൻ വീട്ടുകാർ കൊടുക്കുന്നുണ്ടാവും. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി ചെയ്ത് നമ്മുടെ ലൈഫും നമ്മുടെ പാരന്റ്സിനെയും അതേപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അയ്യോ ഞാൻ പെൺകുട്ടിയാണ്, അയ്യോ ഞാനിങ്ങനെ ഒതുങ്ങിയിരിക്കണം, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയും ഈക്വാലിറ്റി വേണം, അല്ലെങ്കിൽ ആണിനേക്കാൾ മേഖലയിൽ പറക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ എല്ലാവരുടെ ലൈഫും എല്ലാവർക്കും അവിടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പൊ നമ്മുടെ ഈ സമൂഹം ഇനിയും വളർന്നിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു ജനറേഷൻ മുഴുവൻ പോയി ഇനി അടുത്ത ജനറേഷൻ വരുമ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ടാഗ് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഇത്രയും വർഷമായിട്ട് മാറിയിട്ടില്ല. കാരണം ഈ ചോദിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം പെൺകുട്ടികളും ഇന്ന് ഒരു പ്രോബ്ലം അല്ല ഒരു പാരന്റ്സിനും. അവർ തന്നെ വർക്ക് ചെയ്ത് അവർ തന്നെ ജോലിക്ക് പോയി അവരുടെ ലൈഫ് അവർ തന്നെ ചൂസ് ചെയ്ത് അവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഓരോ പെൺകുട്ടികളും ഇന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾ ആരും ഉളക്കിരുന്ന് അല്ലെങ്കിൽ കെട്ടിച്ചു വിടുക എന്നുള്ള ഒരു ഇതിൽ മാത്രമായിട്ട് പോകുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല രീതിയിൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇതറിയാം. എന്നാലും ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ടോപ്പിക്ക് പോകുന്നത്, ഇതുപോലെയാണ് ഒരു സംസാരം പോകുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഇപ്പൊ ചിലപ്പം പെൺകുട്ടികളായിട്ട് ഇരിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും. ഇത് ഒരു പക്ഷേ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് വെൽ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ ആയിരിക്കാം. പക്ഷേ ഒരു ആവറേജ് ഫാമിലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉള്ളിലെ ഒരു ടെൻഷൻ തന്നെയാണ്. അയ്യോ എനിക്ക് പെൺകുട്ടികളാണല്ലോ എന്നുള്ളത്. ഒരിക്കലും അതിനെ ആലോചിച്ച് ഒരിക്കലും ഭാരപ്പെടരുത്. പലരും ഒരു ആൺകുട്ടി നമുക്ക് ഒരിക്കലും കേട്ടോ, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളൊക്കെ പഠിച്ചു വിദേശത്തൊക്കെ പോവാണ്, അവരൊരു ഫാമിലി ആയിട്ട് പോവാണ്, അച്ഛനും അമ്മയും ഇവിടെ തനിച്ചെന്നെയാണ്, അല്ലെങ്കിൽ അവരേതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്കൊക്കെ ആക്കിയിട്ടാണുള്ളത്. എല്ലാവരും ഇപ്പൊ ഗേൾസ് ആണെങ്കിലും അല്ല, അപ്പം അച്ഛനും അമ്മയും സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. അച്ഛനും അമ്മയും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് അവരുടെ ലൈഫിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ ആക്കി തരാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ അതിനനുസരിച്ച് സെറ്റാക്കുക. പ്രായമായി കഴിയുമ്പോഴേക്കും നമുക്ക് ആരും ഇല്ല എന്ന് ചിന്തിക്കാതെ ഞാൻ വന്നതും ഒറ്റയ്ക്കാണ്, ഞാൻ പോകേണ്ടതും ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നതാണ് ബെറ്റർ. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒന്നും ഫ്യൂച്ചറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്കും പെൺമക്കളാണ്, അവർ നാളെ പഠിച്ചൊരു നിലയ്ക്ക് പോവാം, അവരെന്നെ നോക്കണം എന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. അതിന് തോന്നിയിട്ട് കാര്യമില്ല. കാരണം അപ്പൊ നമ്മൾ അവരുടെ ലൈഫിനെ ബ്രേക്ക് ചെയ്യാണ്. ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ആയിട്ടുള്ള ലൈഫ് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ഓരോരുത്തർ പോലെ. അപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ലൈഫിൽ നമുക്ക് കൂടെ നമ്മൾ ഉണ്ടാവാം. ചിലപ്പോൾ പാർട്ട്നേഴ്സ് നമുക്ക് തന്ന ആയുസോളം നമ്മുടെ കൂടെ ഉണ്ടാവാതിരിക്കാം. അല്ലാതെ നമ്മളെല്ലാവരും നമ്മളാണുള്ളത്. അപ്പം ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഈ പെൺകുട്ടികളാണ് അയ്യോ എന്താണില്ലേ എന്നുള്ളൊരു തോന്നലിന്റെ ആവശ്യം ഇനിയുള്ള സമൂഹത്തിലില്ല. ഇനിയുള്ള സമൂഹത്തിന് അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കാണുന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതോടെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും പെൺകുട്ടികളാണെന്നോർത്ത് ഇപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അത് വെറും ഫൂളിഷ്നെസ് ആണ് അങ്ങനെ ചിന്തിച്ചിരിക്കുക എന്നുള്ളത്. ഇത്രയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരുപോലെയാണ്. നമ്മൾ വളർത്തുന്ന പോലെ ആയിരിക്കും. നമ്മൾ നല്ലോണം വളർത്തിയാൽ നമ്മൾ നോക്കും. പിന്നെ കെട്ടിച്ചു വിടാന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പൊന്നു കൊടുക്കണം, ഗോൾഡ് കൊടുക്കണം, അങ്ങനെയുള്ള ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്തും എല്ലാവരും കുഞ്ഞുങ്ങളുടെ നന്നായിട്ട് എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെ ആണാണെങ്കിലും പെണ്ണാലും നമ്മൾ കൊടുത്താൽ പറ്റും. രണ്ടുപേർക്കും ഒരുപോലെയാണ് നമ്മൾ പൈസ ചെലവാക്കേണ്ടത്. അതിലൊന്നും ചേഞ്ചസ് ഇല്ല. അപ്പം അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ ഭാവി അവർക്ക് വേണ്ടി അവർ തന്നെ ഇന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ടീവായിട്ട് പാരൻസ് പോവുക. അതേപോലെ തന്നെ സമൂഹം ഈ വക കാര്യങ്ങളെ മാറ്റി നിർത്തിയത് ചിന്തിക്കാൻ കൂടി ശ്രമിക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങൾ, ഇത്രയും ഫൂളിഷ്നെസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, ഇത്രയും ഫൂളിഷ്നെസ് ആയിട്ടുള്ള ചിന്തകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.